എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ 4th സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് നവംബർ 17-ാം തീയതി മുതൽ നവംബർ 19-ാം തീയതി വൈകുന്നേരം 5 മണി വരെ കോളേജ് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. 4th സ്പെഷ്യൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് നവംബർ 21-ാം തീയതി ആണ്. നേരത്തെ അലോട്ട്മെന്റുകളിൽ കൊടുത്ത ഓപ്ഷൻസ് ഒന്നും തന്നെ കൺസിഡർ ചെയ്യത്തില്ല. അതായത് നേരത്തെ കൊടുത്ത ഓപ്ഷൻസ് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. സോ ഇത് സ്പെഷ്യൽ അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഒന്നേന്ന് പുതിയതായിട്ട് കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടതാണ്. ഇനിയുള്ള ഓരോ സ്പെഷ്യൽ അലോട്ട്മെന്റ്സിലും അങ്ങനെ തന്നെയാണ്. നേരത്തെ ഓപ്ഷൻസ് ഒക്കെ ഓരോ അലോട്ട്മെന്റ് കഴിയുന്തോറും ഡിലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഒന്നേന്ന് ഓപ്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് ഒന്നേന്ന് ഓപ്ഷൻസ് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണം. നേരത്തെ അലോട്ട്മെന്റ് വഴി കോളേജിൽ ജോയിൻ ചെയ്തവർക്ക്, അതായത് അലോട്ട്മെന്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതുണ്ടെങ്കിലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അലോട്ട്മെന്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർക്കാണ് NOCയുടെ ആവശ്യം വരുന്നത്. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് NOC? നേരത്തെ പറഞ്ഞതുപോലെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അലോട്ട്മെന്റ് കിട്ടിയിട്ട് കോളേജിൽ ജോയിൻ ചെയ്തവർക്കാണ് ഇതിന്റെ ആവശ്യം വരുന്നത്. സോ നിങ്ങൾ ജോയിൻ ചെയ്ത അതാത് കോളേജസിൽ നിന്നാണ് നിങ്ങൾക്കിത് കിട്ടുന്നത്. അതായത് നിങ്ങൾ ഈ 4th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ കോളേജിന് ഒബ്ജക്ഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തരുന്ന സർട്ടിഫിക്കറ്റ് ആണ് NOC അഥവാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ കോളേജുകാർക്ക് ഒരു ഒബ്ജക്ഷൻ ഒന്നുമില്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കോളേജുകാരുടെ പൂർണ്ണ സമ്മതം ഉണ്ട് എന്നൊരു പ്രൂഫാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി ജോയിൻ ചെയ്ത കോളേജിൽ എന്ത് ചെയ്യണം? ചോദിക്കണം. ഇനി അടുത്ത് 4th സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. 4th സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെയുള്ള അലോട്ട്മെന്റ്സിൽ ഓപ്ഷൻ വച്ചതുപോലെ അല്ല ഇനി എന്ത് ചെയ്യേണ്ടത്? ഓപ്ഷൻ വയ്ക്കേണ്ടത്. അതായത് നേരത്തെ നിങ്ങൾ വെച്ച എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചു. പക്ഷേ ഈ കേസിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് തന്നെ നിങ്ങൾക്ക് വയ്ക്കാം. പക്ഷേ അങ്ങനെ തോന്നുന്ന കോളേജസ് ഒക്കെ അങ്ങനെ വയ്ക്കാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ സീറ്റ് വേക്കൻസി ആ ഒരു കോളേജിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് വയ്ക്കേണ്ടത്. പിന്നെ പുതിയ കോളേജസ് അപ്രൂവ് കിട്ടി ലിസ്റ്റിൽ ആഡ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള കോളേജസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 4th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ കോളേജ് ഓപ്ഷൻസിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. സീറ്റ് വേക്കൻസിയുടെ ബേസിസിലാണ് ഈ ഒരു 4th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് വയ്ക്കേണ്ടത്. അതായത് അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും സീറ്റ് വേക്കൻസിയുടെ കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഒരു സീറ്റ് വേക്കൻ്റ് ആവുന്നത് എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. സോ അതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിൽ പോവുക. എന്നിട്ട് ടോപ്പിൽ 3 ലൈൻസ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ലോഗിൻ ഓപ്ഷനാണ് കിടക്കുന്നത്. അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി. ആ ലോഗിൻ ഓപ്ഷൻ്റെ ഏറ്റവും തൊട്ട് താഴെ അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം, കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ഓരോ കോളേജസിലും അലോട്ട്മെന്റ് കിട്ടിയ അവരുടെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിൽ വെദർ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരിക്കും. സോ ദാറ്റ് മീൻസ് അലോട്ട്മെന്റ് കിട്ടി ആ ഒരു കാൻഡിഡേറ്റ് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഈ ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഈ അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാൻഡിഡേറ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കും. അത് എങ്ങനെ അറിയുമെന്ന് വെച്ചാൽ നിങ്ങൾ കോളേജ് ഇതേപോലെ സെലക്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഓരോ കാൻഡിഡേറ്റിന് നേരെയും ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്കാണ് കാണിക്കുന്നതെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സീറ്റൊക്കെ ഫിൽഡ് ആയിട്ടുള്ള സീറ്റ് ആയിരിക്കും. അത് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് ആൾറെഡി ഫിൽ ആയിട്ടുള്ള ഒരു സീറ്റാണ്. ആ സമയം ഒരു കാൻഡിഡേറ്റിന് നേരെ നോക്കിയപ്പോൾ റെഡ് കളറിലെ ക്രോസ് മാർക്കാണ് കാണിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സീറ്റൊക്കെ വേക്കൻറ്റ് സീറ്റാണ്. അതായത് അലോട്ട്മെന്റ് കിട്ടിയിട്ടും ആ ഒരു കാൻഡിഡേറ്റ് എന്ത് ചെയ്തിട്ടില്ല, കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല. സോ അങ്ങനെയുള്ള സീറ്റാണ് വേക്കൻറ്റ് സീറ്റ്. സോ അങ്ങനെയുള്ള വേക്കൻറ്റ് സീറ്റുകൾ നോക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ 4th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ സീറ്റ് വേക്കൻസി അങ്ങനെയുള്ള വേക്കൻറ്റ് സീറ്റൊക്കെ നോക്കിയിട്ട്, അതായത് റെഡ് കളറിൽ ക്രോസ് മാർക്ക് കൊടുത്തിട്ടുള്ള വേക്കൻറ്റ് സീറ്റ്സ് നോക്കി വേണം എന്ത് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സീറ്റൊക്കെ ഫിൽ ആയിട്ടുള്ള കോളേജസ് നിങ്ങൾ എന്ത് ചെയ്താൽ കൊടുത്താൽ നിങ്ങൾക്ക് ആ കോളേജസിൽ എന്ത് ചെയ്യില്ല, ഇനി അലോട്ട്മെന്റ് കിട്ടത്തില്ല. സീറ്റ് വേക്കൻസി ഉള്ള കോളേജസ് മാത്രം എന്ത് ചെയ്യുക, ഇതിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പുതിയ കോളേജസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പുതിയ കോളേജസും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ 4th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ചേർക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇൻഡെക്സ്, പിന്നെ റാങ്ക്, പിന്നെ കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും ഈ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ NOC വേണം. NOC കമ്പൽസറി ആണ് കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക്. ഇനി ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അലോട്ട്മെന്റിൽ കോളേജ് ഓപ്ഷൻസ് വെച്ച് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേക്കൻറ്റ് സീറ്റ് ഫിൽ ആവുന്നത് വരെ അങ്ങോട്ട് അലോട്ട്മെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള ഓരോ സ്പെഷ്യൽ അലോട്ട്മെന്റ്സിലും നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഒന്നേന്ന് പുതിയതായിട്ട് വേക്കൻസിയിലേക്ക് അടിസ്ഥാനത്തിൽ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇഫ് സപ്പോസ് നിങ്ങൾക്ക് നേരത്തെ അലോട്ട്മെന്റ് വഴി അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആ സീറ്റ് നിങ്ങൾക്ക്
സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങളുടെ കോളേജിൽ നിന്നും NOC തരാൻ സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻ വെച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വേറൊരു കോളേജാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് മാറാനായിട്ട് സാധിക്കും. ടോക്കൺ ഫീസ് അങ്ങോട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. ഫോർത്ത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വേക്കൻസി എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.